മാറിപ്പോകാത്ത ഒരു വഴിയല്ലേ നിന്റെ മാറത്തിരിക്കൊട്ടു ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വഴിയല്ലേ നിന്റെ മാറത്തിരിക്കൊട്ടു ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുന്നു കല്ലുമാറി കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുന്നു കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ദൈവമൊരു പ്രവൃത്തി ചെയ്യും. തക്കവിധത്തിൽ ദൈവമൊരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം ഇടവും പല പല ദൂതന്മാരാൽ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം ഇടവും പല പല ദൂതന്മാരാൽ നയിച്ചിടും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ വിശേഷവിധിയായാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. മനസ്സിലായാലേ? എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ഉടമ്പടിയിലേക്ക് വരണം എന്തിനാണ്? വിശേഷവിധിയായി. ഒന്ന് പറഞ്ഞേ, വിശേഷവിധിയായി ദൈവത്തെ സ്നേഹിക്കാൻ. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. എന്താണ് വിശേഷവിധിയായി എന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്താണ് വിശേഷവിധിയായി? 5:46 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ മഹത്വം മഹത്വം. മത്തായി 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, അത് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്ക് പറയാം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കാൻ? വിശേഷവിധിയായി എന്ന് പറഞ്ഞ് വിശേഷവിധിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കമ്പാരിസനാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ
ഈശോ പറയും അത് മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെന്ന് പറയും. നിങ്ങളെ ന്യൂട്രലൈസ് കളയും. നിങ്ങൾ എന്ത് പുണ്യപ്രവർത്തികൾ ചെയ്താലും എപ്പോഴും നിങ്ങളുടെ ഒരു പ്രതിയോഗിയെ നിങ്ങൾ മനസ്സിൽ കാണണം. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? നിങ്ങളിപ്പോൾ ഉപവസിക്കുകയാണ്, അപ്പോൾ ഈശോ പറയും എന്തിനാണ് ഉപവസിക്കണത്? അത് മകളെ കെട്ടിക്കാൻ, തീർന്ന്. ആ സാധനം ഉപവാസത്തിൻ്റെ പഴി ഗ്യാസ് ഔട്ടായി. നിങ്ങൾ ഉപവസിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഈശോ ചോദിക്കും എന്തിനാണ് ഉപവസിക്കണത്? അത് മകളെ കെട്ടിക്കാൻ, തീർന്ന്. എന്താ കാര്യം? അത് ഒരു വിഷയം വെച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ. ഒരു വിഷയം വെച്ചിട്ടേ ഞാനിവിടെ എൻ്റെ മകളെ കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകുമെന്നല്ലേ പറയണത്. ദൈവത്തെ ഭീഷണിപ്പെടുത്തിക്കണത്. എന്നിപ്പോൾ ഞാൻ ചെയ്യണമെന്നല്ല. അല്ല, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞെന്ന് കൂടി ഈ മാർക്കിടുന്ന ആളെ നോക്കും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം. ഒരു ചോദ്യത്തിന് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്ത് മാർക്കിട്ടെന്ന് കൂടി മാർക്കിടുന്ന ആളെ നോക്കും. എന്താ കാര്യം? ഈ ചോദ്യത്തിന് മറ്റ് ചോദ്യങ്ങളെല്ലാം തോക്കുകയും ഈ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കോപ്പി അടിച്ചെന്നാണ്. അതാണ് സംഭവം. പറഞ്ഞാൽ മനസ്സിലാകേണ്ടത്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മിനിമം വോൾട്ടേജ് ഇല്ലാതെ പറ്റത്തില്ല. ഇതൊരു സീരിയസ്, ഞാൻ എന്നും നിങ്ങളോട് കാലയെ പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങൾ കാണുന്ന പോലെ പരിശുദ്ധാത്മാവിനെ ഫ്രണ്ടിൽ കാണണം. എന്നിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണം. ഒന്ന് കൈ നെഞ്ചത്ത് വെച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിൽ വളരാൻ വിശേഷവിദ്യയായ സാക്ഷ്യത്തിനായി പരിശുദ്ധാത്മാവിനാൽ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ എവിടം വരെയാണ് എത്തിയത്? എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? എങ്ങനെ സ്നേഹിക്കാൻ? അതാ വിഷയം. ഇപ്പം ഓക്കെ ആയില്ലേ? അപ്പോൾ അതാണ് എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം മറന്നു. ആശങ്കകൾ മറന്നു, വിവാഹം മറന്നു, ജോലി മറന്നു, മക്കളില്ലാത്ത അവസ്ഥ മറന്നു, ജോലി ഇല്ലാത്ത അവസ്ഥ മറന്നു, എല്ലാം നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയും എവറിത്തിങ് നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയും. ഇപ്പോൾ ഈ അപ്പൻ്റെ കാര്യം, അപ്പൻ്റെ പേരെന്താണ്? സുധീർ കുമാർ എന്നാണ് ഈ അപ്പന്തനായ അപ്പൻ്റെ പേര്. ആ മകൻ്റെ പേര് ദിനദേവ്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അന്ധരാണ്. ഇവർ അന്ധരായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഈ മകൻ്റെ വിഷയം എന്താണ്? അവന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. അപ്പോൾ അവനോടൊരു +1 കൊണ്ട് ചേർക്കും കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ +1 ആദ്യം അവിടെ ചെല്ലുമ്പോൾ എല്ലാ തടസ്സമാണേ. നിങ്ങൾ എല്ലാ തടസ്സമാണെന്ന് പറഞ്ഞ് പുറകോട്ട് പോകരുത് കേട്ടാ. ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. എവിടെയെങ്കിലും പോയി തടസ്സം എടുത്താൽ എന്നെ കഴിയല്ല, അവിടെ പോയിട്ട് അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബാക്ക് അടിക്കും. ഉടമ്പടി എടുക്കുന്നവരൊരിക്കലും ബാക്ക് അടിക്കരുത്. മുമ്പോട്ട് തന്നെ പോകത്തുള്ളൂ. നമ്മൾ പുറകോട്ട് വരത്തില്ല. ഉടമ്പടി എന്താ കാര്യം? ഞാൻ നിനക്ക് മുമ്പേ പോകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആദ്യമായി തന്നെ മാതാവിൻ്റെ മുൻപിലും ഈശോൻ്റെ മുമ്പിലും ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിനും മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അബിത. ഇത് എൻ്റെ അപ്പ, അമ്മ. ഞങ്ങൾ വരുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേരിഗിരി അങ്കമാലിയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2023 ജൂൺ 15 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്.
ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ 2021 +1 +2 പാസ് ഔട്ടായതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു എനിക്ക് ന്യൂസിലൻഡ് പോകണം എന്നുള്ളത്. അതും ഞാൻ 6th or 7th എന്തോ പഠിക്കുമ്പോൾ മുതലുള്ള എൻ്റെ ഡ്രീമായിരുന്നു. കാരണം എൻ്റെ കസിൻസ് അവിടെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ന്യൂസിലൻഡ് എന്നുള്ളത് ഭയങ്കര ഒരു ക്രേസായി മാറി, എനിക്ക് അവിടെ പോയി പഠിക്കണം എന്നുള്ളത്. അങ്ങനെ 2021 ഞാൻ കോഴ്സ് കഴിഞ്ഞിറങ്ങിയപ്പം നല്ല വിജയത്തോടു കൂടി ഇറങ്ങാൻ പറ്റി. അപ്പോൾ അതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഫെയിലിയർ എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പഠിക്കുമ്പോഴാണേലും അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിപ്പോരുന്നുണ്ടായിരുന്നു, ദൈവം അനുഗ്രഹിച്ച്. അത് കഴിഞ്ഞ് ഞാൻ IELTS സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറേ എക്സാംസ് എഴുതി. ഒന്ന് എഴുതുമ്പം സ്പീക്കിംഗ് പോവും, ഒന്ന് എഴുതുമ്പം റൈറ്റിംഗ് പോവും. അങ്ങനെ കുറേയും ട്രൈ ചെയ്ത് 2022 നവംബർ ആയപ്പോഴാണ് എൻ്റെ എക്സാമും എൻ്റെ പേപ്പർ വർക്ക്സും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയത്. സ്റ്റാർട്ട് ചെയ്തെങ്കിലും എൻ്റെ കോളേജ്, ഞാൻ ആഗ്രഹിച്ച കോളേജ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ ന്യൂസിലൻഡിലപ്പോഴേക്കും ഫ്ലഡ് വന്ന് ആകെ കോളേജുകളൊക്കെ ക്ലോസ് ചെയ്തു. വീണ്ടും ഒരു 1 year വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓൾറെഡി എൻ്റെ 1 year പോയായിരുന്നു അപ്പോഴേക്കും. അത് കാരണം ഞാൻ കോളേജ് ചേഞ്ച് ചെയ്തു. അങ്ങനെ കോളേജൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും ഫോർമാലിറ്റീസ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ നല്ല സ്മൂത്തായിട്ട് ആ സമയത്ത് റൺ ചെയ്തു. എല്ലാം നല്ല പെട്ടെന്ന് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി. ആ കോളേജ് മാറിയെങ്കിലും എനിക്ക് കുറേ ഫണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുറേയും ഹ്യൂജ് എമൗണ്ട് വീണ്ടും കാണിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും ദൈവം അനുഗ്രഹിച്ച കസിൻസും അമ്മയുടെ കസിൻസും അപ്പയുടെ കസിൻസും എല്ലാവരും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് ക്ലിയറായി പോയി. അത് കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ June 21 അപ്പോൾ 2023 June 20 ഞാൻ പഠിച്ച സ്കൂളിലിരുന്നപ്പോൾ എനിക്കൊരു മെയിൽ, അവിടെയാണെങ്കിൽ റേഞ്ചും കൂടി ഇല്ല. ഞാൻ പ്ലാന്റേഷനിലാണ് +1 +2 പഠിച്ച, കാലടി പ്ലാന്റേഷൻ. അവിടെ ഇരുന്നപ്പോഴാണ് എനിക്കെൻ്റെ വിസ വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, വിസ വന്നല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടെന്നോർത്ത്. അങ്ങനെ വിസ വന്നു. ബാക്കി ഫോർമാലിറ്റീസ്, എനിക്ക് ലിവിങ് എക്സ്പെൻസ് അടയ്ക്കണമായിരുന്നു അവിടേക്ക്. ലിവിങ് എക്സ്പെൻസ് അടയ്ക്കാൻ വേണ്ടി അവിടേക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പണായി കിട്ടിയില്ല ഫസ്റ്റ്. വീണ്ടും ഇമിഗ്രേഷനിൽ വിളിച്ച് എനിക്ക് 2 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി വിസ. പക്ഷേ എന്നിട്ട് പോലും എൻ്റെ ബാങ്ക് അക്കൗണ്ട് അവിടെ ഓപ്പണായി എനിക്ക് കിട്ടിയില്ല. സോ ഇമിഗ്രേഷനിൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, സോ അവർ വിസ ക്യാൻസൽ ചെയ്യുവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചത് ക്യാൻസലായി പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തിലേക്ക് ഞങ്ങൾ വരുന്നത്. 2023 June 15 ഞാൻ വന്നതിന് ശേഷം വിസ വന്നത്, പക്ഷെ അത് ക്യാൻസലായിപ്പോയി. എന്നിട്ട് പിന്നെ വീണ്ടും 15 വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിസ വന്നു. ആ വിസ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ വിസ വരുന്നത്. വിസ വരുന്നത് July 10 എനിക്ക് വിസ വരുന്നത്. അതും ഇവിടെ വന്ന് 15 ഉടമ്പടി എടുത്തു. ആ ഒരു 1 month പോലും എടുത്തില്ല. ഒരു 3.5 weeks എനിക്ക് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ വേഗം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടിയും എൻ്റെ ലിവിങ് എക്സ്പെൻസ് ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെ, ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഓൾറെഡി July 17 ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ ഏജൻസിയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റാർട്ടിങ് ഡേയ്സ് ഓൺവേഡ്സ്. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ നമ്മൾ എക്സ്റ്റൻഷൻ റിക്വസ്റ്റ് ചെയ്യണം. പക്ഷെ അത് ലാസ്റ്റ് സ്റ്റേജിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം, പറ്റില്ലെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന സ്റ്റേജായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ July 10 രാവിലെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിസ വന്നു എന്ന്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞു ഞാനാണ് ഓൾറെഡി ഇങ്ങനെ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്നുകൊണ്ട് എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. ഡ്രസ്സാണേലും എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ 17 ക്ലാസ് തുടങ്ങും എന്നുള്ളതുകൊണ്ടും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു തോട്ടമൊന്നും അപ്പം വന്നില്ല. പിന്നെ കസിൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും എത്രയും പെട്ടെന്ന് കയറി പോരെ എന്നുള്ളൊരു തോട്ടായിരുന്നുകൊണ്ട് അങ്ങനെ 10 എനിക്ക് വിസ വന്നു. 11 വൈകുന്നേരത്തെ ടിക്കറ്റ് എടുത്ത് ഞാൻ 11 തന്നെ ഇവിടുന്ന് ഫ്ലൈ ചെയ്തു. അതിന് വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് ആദ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ മുതൽ ഏജൻസിയിൽ നിന്ന് എനിക്ക് വിസ ഇൻ്റർവ്യൂസ് അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവർ വിളിച്ചിങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ട് അവർ ഫ്രീ ആകുമ്പോൾ.
അപ്പോൾ എനിക്കാണ് ഇൻ്റർവ്യൂ ഒന്നാമത് ന്യൂസിലൻഡാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. നമ്മളുടെ ഇംഗ്ലീഷും അവിടുത്തെ ഇംഗ്ലീഷും എൻറ്റയർലി ഡിഫറെൻറ്റാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ടൈം നല്ല വ്യത്യാസമാണ്. 7.5 മണിക്കൂർ പ്ലസ് ആണ് അവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരു വെളുപ്പിന് ആ ഒരു ടൈമിലായിരിക്കും അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുക. വെളുപ്പിനൊരു 2 മണി 3 മണി 1 മണി ആ സമയത്തൊക്കെ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഫോൺ അടുത്ത് വെച്ച് റിംഗ് ടൂണൊക്കെ ഫുള്ളാക്കിയിട്ടാണ് കിടന്നുകൊണ്ടിരുന്നേച്ചത്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റൊക്കെ നോക്കുമായിരുന്നു ആ ദിവസങ്ങളിൽ. ചില ദിവസം ടെൻഷനാണ്, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വല്ല കോളും മിസ്സായിട്ടുണ്ടോ, കാരണം നമുക്ക് തിരിച്ച് വിളിക്കാനൊരു ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് വിസ ഇൻ്റർവ്യൂ പോലും ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്താവും. പക്ഷെ എനിക്ക് വിസ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് എനിക്ക് ജൂലൈ 10 വിസ കിട്ടി. 11 ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 15. ഞാൻ ജൂലൈ 15 വിത്തിൻ ആ 1 മന്തിൽ ഞാൻ ന്യൂസിലൻഡിൽ ലാൻഡ് ചെയ്തു. അവിടെ ലാൻഡ് ചെയ്തിട്ട് ശേഷമാണെങ്കിലും ഇപ്പം ഞാൻ അവിടെ BSc പഠിക്കുന്നത്. BSc നഴ്സിംഗ് ഫൈനൽ ഇയറാണ് എനിക്കിനിപ്പോൾ ഇൻറ്റേൺഷിപ്പും എൻ്റെ എക്സാമും കൂടെ ബാക്കിയുള്ളൂ. ബാക്കി എൻ്റെ കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ആയി. അവിടെ എത്തിയിട്ടാണെങ്കിലും ഞാൻ എത്തിയ സ്റ്റേജിൽ കോവിഡും ഫ്ലഡും കാരണമൊക്കെ അവിടെ പാർട്ട് ടൈമൊക്കെ ഭയങ്കര ഷോർട്ടായിരുന്നു കിട്ടാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓഗസ്റ്റ് 2023 എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഒരിടത്ത് വർക്ക് കിട്ടി. പക്ഷെ അവിടെ സ്റ്റാഫ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാഷ്വൽ സ്റ്റാഫ്സ് ആയതുകൊണ്ട് ഭയങ്കര ഷോർട്ടായിരുന്നു ഷിഫ്റ്റ്. മാസത്തിലൊക്കെ ഒരെണ്ണമൊക്കെ കിട്ടി അങ്ങനെയുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെന്ന സമയമായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുകൊണ്ട് ചെന്ന ഒരു 2 മാസത്തെ കാര്യം എങ്ങനെയൊക്കെയോ നടന്നു. പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് എനിക്ക് കൂടുതൽ ഷിഫ്റ്റ്സ് കിട്ടാൻ തുടങ്ങി. ആഴ്ചയിൽ 3 ഷിഫ്റ്റും 2 ഷിഫ്റ്റൊക്കെ എനിക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ എനിക്കൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ പറ്റി. വീക്ക്ലി 2 ദിവസം എനിക്കിപ്പോൾ ഹോട്ടലിലും പാർട്ട് ടൈം ഉണ്ട്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റേതായ കാര്യങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇനി ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 16/2/24 ആദ്യമായി ഉടമ്പടി വെച്ചത് എൻ്റെ മകനാണ്. മകനില്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. രണ്ടാമത് വെച്ചത് എനിക്ക് വർഷങ്ങളായിരുന്നു തലവേദന. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്കത് മാറിക്കിട്ടി. പിന്നെ ഉറക്കക്കുറവ്, ഒത്തിരി നാളുകളായി ഉറക്കമില്ലായിരുന്നു. ആഴ്ചകളോളം ഉറക്കമില്ലാതെ ഇരുന്നിട്ടുണ്ട്. ഉറക്ക ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഉറക്കം ഉണ്ടാവാറില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായി 3-ാം ദിവസം തന്നെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്കത് മാറിക്കിട്ടി. ഞാനിപ്പോൾ 7ാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. പിന്നെ മകളുടെ കാര്യങ്ങൾ മകൾ പറഞ്ഞു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ എൻ്റെ മകൻ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന സമർപ്പിച്ച് പത്രവും വാങ്ങിച്ച് പത്രം വിതരണം നടത്താറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം നടത്താറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. 20 പേരോളം അവിടെയുണ്ട്. ഞങ്ങൾ ഒരു ഉടമ്പടി എടുത്ത എല്ലാവരും കൂടി ഒരു 10-13 പേരോളം ഉണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൃപായ എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും എല്ലാ ആഴ്ചകളിലും അവിടെ പോയി അവരെ കുളിപ്പിക്കുകയും അവിടെ ക്ലീൻ ചെയ്യുകയും റൂമൊക്കെ ക്ലീൻ ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ജപമാല ചൊല്ലാറുണ്ട്. അത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ വെഞ്ചരിച്ച വസ്തുക്കൾ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് നിയോഗങ്ങളെക്കാളുപരി ആത്മീയമായി വളരാനാണ് സാധിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. ഉടമ്പടി എടുത്ത് ഇതുവരെയും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല.
കുമ്പസാരം 2 ആഴ്ച എത്തുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഒന്ന് വൈകാറുണ്ട്, എന്നാലും ഒത്തിരി വൈകാറില്ല. ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും. ബൈബിൾ വായന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. കൊന്ത ചൊല്ലാറുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ 1/2 മണിക്കൂർ കൊന്ത, 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകും. അങ്ങനെ പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് പേർക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അച്ചു തോമസ്. ഞാൻ ചെത്തുപ്പുഴ തിരുഹൃദയ ദേവാലയ അംഗമാണ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരി. ഞാനൊരു നേഴ്സാണ്. 2023 ഞാൻ നേഴ്സിംഗ് പാസ്സായി. അതിനുശേഷം 3 മാസത്തിന് ശേഷം ഞാൻ OET പഠിച്ചു. OET ലഭിച്ചു. എനിക്ക് അയർലൻഡ് സ്കോറാണ് ലഭിച്ചത്. സ്കോർ ലഭിച്ചതിന് ശേഷം ഞാൻ ഉടനെ തന്നെ പല ഏജൻസികളിൽ അപ്ലൈ ചെയ്തു. പക്ഷേ ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് വന്നില്ല. വന്ന ഇൻ്റർവ്യൂ 2 എണ്ണം വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. പക്ഷേ എല്ലാവരും എന്നോട് പറയും, നിനക്ക് ഒരുപാട് കഴിവുണ്ട്, നിനക്ക് മറ്റുള്ളവർ എന്ത് ചോദിച്ചാലും പഠിച്ചില്ലെങ്കിലും നിനക്ക് പറയാൻ പറ്റും. അങ്ങനെ എൻ്റെ സ്വന്തം കഴിവിൽ ഒത്തിരി അഹങ്കരിച്ച് നടന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ 2 ഇൻ്റർവ്യൂ വന്നു. 2 ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ 2 ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലായി. എൻ്റെ കൂടെ എന്നെക്കാളും കഴിവ് കുറഞ്ഞവരാണെന്ന് ഞാൻ വിചാരിച്ച എൻ്റെ ഫ്രണ്ട്സ് എന്നെക്കാളും മുമ്പേ വിദേശത്ത് പോയി. അവരവിടെ ജോലിക്ക് സെറ്റായി. അവരെല്ലാവരും നടക്കുന്നതും നന്നായിട്ട് ഫോട്ടോ ഒക്കെ ഇടുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്കൊന്നും വരുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഉടമ്പടീനെ പറ്റി എനിക്കറിയാം, കൃപാസനത്തെ പറ്റി എനിക്കറിയാം. ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോഴും കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ട്, ഞാൻ പത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. അവസാനം എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഡിസംബർ 13, 2024 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കറക്റ്റായിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല ആദ്യം. പക്ഷേ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുർബാനയിൽ പങ്കെടുക്കും. പക്ഷേ കറക്റ്റായിട്ട് എനിക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് സാക്ഷ്യം സ്റ്റേറ്റസ് ഇടുന്ന കണ്ടിട്ട് ഞാൻ സാക്ഷ്യം കാണാൻ തുടങ്ങി. എന്ന് ഞാൻ സാക്ഷ്യം കാണാൻ തുടങ്ങിയോ അന്നാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചത്. അങ്ങനെ ഓഗസ്റ്റ് 19, 2025 2025 എൻ്റെ OET എക്സ്പയർ ആവുകയാണ്. അപ്പം OET എക്സ്പയർ ആകുന്ന 2 ദിവസം മുന്നേ ഞാനൊരു സ്വപ്നം കാണുക, എനിക്കൊരു ഇൻ്റർവ്യൂ ലഭിക്കുന്നു, ഞാൻ ആ ജോലി കിട്ടുന്നു. പക്ഷെ എനിക്കറിയത്തില്ല എങ്ങനെ സംഭവിക്കും. എൻ്റെ OET എക്സ്പയർ ആയിപ്പോയി. അപ്പം എൻ്റെ ഏജൻസിയുടെ പേര് ഗ്രീൻ ലൈൻ എന്നാണ്. നമ്മൾ കത്തിക്കുന്ന തിരി ഗ്രീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാതാവ് കൊണ്ട് തന്ന ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം എനിക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ട്, ഒരെണ്ണം മോക്കും ഒരെണ്ണം മെയിൻ ഇൻ്റർവ്യൂവും. അപ്പം മോക്ക് ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്ക് മെയിൻ ഇൻ്റർവ്യൂ നടത്താം. പിറ്റേ ദിവസം ഏജൻസി എന്നോട് പറയുന്നു അവർ നാട്ടിൽ പോയി, ഇൻ്റർവ്യൂ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്നും എഴുതിരി കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ തരണം, നീയായിട്ട് കൊണ്ട് തന്നതാണ്. ഞാൻ പിന്നെ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാതാവേ ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ അയർലൻഡ് ചെന്ന മോഹം ഉപേക്ഷിക്കുക, ഞാൻ ഇനി വേറെ ഏതെങ്കിലും നാടോ കൺട്രിയോ നോക്കേണ്ട വരും. അങ്ങനെ അവസാനം സെപ്റ്റംബറിൽ എനിക്ക് അവർ 15-ാം തീയതി അവർ പറഞ്ഞു ഇൻ്റർവ്യൂ റെഡിയാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് എല്ലാവരും മാതാവിൻ്റെ ബ്ലൂ ഡ്രസ്സൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു. എനിക്ക് 3 പേര് ഇൻ്റർവ്യൂ നടത്തി. അതിലൊരാൾ മാത്രം എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ആ സ്ത്രീക്ക് നമ്മുടെ ഹൃദയത്തിൽ കടികാരം ഘടിപ്പിച്ച മാതാവിൻ്റെ അതേ ഷേപ്പ് തന്നെ. പക്ഷേ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ എംപ്ലോയർ അപ്പുറത്തിരിപ്പുണ്ട്, അവരും എന്നോടൊന്നും സംസാരിക്കുന്നില്ല, അവർ എഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇൻ്റർവ്യൂ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. വേറൊരു പുള്ളിക്കാരി മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത്. ഇൻ്റർവ്യൂ എല്ലാം സംസാരിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരി തിരിഞ്ഞ് നമ്മുടെ മാതാവിൻ്റെ ഷേപ്പുള്ള ആളോട് ചോദിച്ചു ഇറ്റ്സ് ഇനഫ് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരി എന്നെ നോക്കി ചിരിച്ചിട്ട് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. എന്നെ നോക്കി ചിരിച്ചു, എന്നിട്ട് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു.
അങ്ങനെ 2 ദിവസത്തിന് ശേഷം എനിക്ക് ഓഫർ ലെറ്റർ വരുവാണ്. എനിക്ക് ആ ജോലി ലഭിച്ചു. അമ്മയുടെ സാന്നിധ്യത്തിൽ അയർലൻഡിലെ ഡിയർ പാർക്കിൽ എന്ന നഴ്സിംഗ് ഹോമിൽ എനിക്ക് ജോലി ലഭിച്ചു. എൻ്റെ ഓഫർ ലെറ്റർ ലഭിച്ചു. അതിനുശേഷം മെഡിക്കലിന് എനിക്ക് ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 ദിവസം മുന്നേ ഭയങ്കര ചുമ. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കഴിക്കുകയും തൈലം നെറ്റി പൂശുകയും ചെയ്തിട്ടാണ് മെഡിക്കലിന് പോയത്. മെഡിക്കലിന് പോയി പിറ്റേ ദിവസം അവിടുന്ന് എന്നെ വിളിക്കുകയാണ്, നിനക്ക് ബോർഡർ ലൈനാണ് കാണിക്കുന്നത്, ഒന്നും കൂടെ ബ്ലഡ് കൊണ്ടു തരണമെന്ന് പറഞ്ഞു. അന്നും ഞാൻ മാതാവിൻ്റെ ഉപ്പും നേർച്ച വസ്തുക്കളുടെ തൈലവും ഉപയോഗിച്ച് മെഡിക്കലിന് എൻ്റെ ബ്ലഡ് കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മിഷൻ ഇറർ പറ്റും, പക്ഷേ അമ്മയ്ക്ക് ഇറർ സംഭവിക്കത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മെഡിക്കലിന് റിപ്പോർട്ട് വന്നു. അന്ന് റിപ്പോർട്ട് വരുന്ന അന്ന് ഇവിടെ നമ്മുടെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ കൂടി. അന്ന് വൈകിട്ട് 6:30-ക്കാണ് എൻ്റെ റിപ്പോർട്ട് വന്നത്. എനിക്ക് ഫിറ്റ് അടിച്ച് കിട്ടി. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോവാണ്. വിസയ്ക്ക് വെക്കുന്നതിന് 19-ാം തീയതി എൻ്റെ തിരുഹൃദയ ദേവാലയത്തിൽ ഈശോയുടെ പെരുന്നാളാണ്. ഈശോയുടെ പെരുന്നാളിന് തിരുമണിക്കൂർ ആരാധനയിൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ ഉദ്ദേശിച്ചൊരു ദിവസം തന്നെ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഏജൻസി 23 ബുധനാഴ്ച ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആഗ്രഹം മൊത്തം ചൊവ്വാഴ്ച എനിക്ക് കിട്ടണം. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മാതാവേ നിനക്ക് എന്നാണോ ഇഷ്ടം അത് തന്നെ എനിക്ക് തരണം. അന്ന് വൈകുന്നേരം എൻ്റെ മെഡിക്കൽ അന്ന് വൈകുന്നേരം എൻ്റെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നിനക്ക് VFS സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്, നിനക്ക് വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് വെച്ചു, പാസ്പോർട്ട് കൊടുത്തു. ഡിസംബർ 15-ാം തീയതി എൻ്റെ വിസ വന്നു. നാളെ കഴിഞ്ഞ് ജാനുവരി 16-ാം തീയതി ഞാൻ അയർലൻഡിന് പോവാണ്. അമ്മയുടെ ദിവസമായി 17-ാം തീയതിയാണ് ഞാൻ അയർലൻഡിൽ കാല് കുത്തുന്നത്. എനിക്കവിടെ എക്സാം ഉണ്ട്. അതിൽ മാതാവിനെ കൈവിടത്തില്ലെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ നടക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്, പിന്നെ രോഗികളെ സഹായിക്കാറുണ്ട്. ആരെന്നോട് വന്ന് പൈസ ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിൽ അവർക്ക് ഞാൻ പൈസ കൊടുക്കും. ഞാൻ അടുത്തൊരു ആൻറ്റീനെ നോക്കാൻ പോവാറുണ്ട്. ആൻറ്റിക്ക് രോഗിലേപനം ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ വന്ന ഉയർച്ചയെന്ന് പറയുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ഞാനിപ്പോൾ കുമ്പസാരിക്കും, കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കും. ചില ദിവസം കുർബാനയൊക്കെ കൂടുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ദൈവം തന്ന അനുഗ്രഹത്തിനും മാതാവിന് ഞാൻ ഇന്ന് ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി. എന്നും ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാനൊന്ന് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അമ്മയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ വിട്ടുപോകത്തില്ലെന്ന് ഞാൻ അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു.